ഒരു കഥ ചൊല്ലട്ടുമാ. കഥയിലേട്ടാ നടന്ന കാര്യമാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മാവൻ, അവർക്ക് അയാൾക്ക് 3-4 മക്കളൊക്കെ ഉണ്ട്. ഏറ്റവും ഇളയ മോനാണ് കുടുംബത്തിൽ ജീവിക്കുന്നത് കൊണ്ട് ബാക്കി മക്കളാരും ഇവർക്ക് ചിലവിനൊടുക്കെ അവരെ നോക്കേ അസുഖം വന്നാലും ഒക്കെ ഈ മോൻ്റെ തലയിൽ തന്നെയാണ്. അങ്ങനെ ഇയാൾ വേറെ നാട്ടിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വയസ്സാവും തോറും 10-12 വർഷമായി ജോലിയില്ലാതെ ആ മോൻ്റെ കൂടെ തന്നെ റൂമിൽ തന്നെ കിടക്കുകയാണ്. റൂമിൽ ടി വിയും കണ്ടും കിടക്കും. മോൻ രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വരും. ഇയാൾക്കുള്ള ചിലവിൻ്റെ പൈസ, ചിലവിന് ആഴ്ചോറും ഇയാൾക്ക് ചിലവിന് ആഹാരം, ചിലവിന് പൈസ, പിന്നെ നാട്ടിലെ ആവശ്യത്തിന് ചിലവിന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് നാട്ടിൽ നിന്ന് ഭാര്യ വിളിച്ച് പറയും ഭർത്താവിൻ്റെ കൂടെ, ഒരു മോന് ഇത്രയും പൈസ വേണം, ഒരു മോന് 50,000 രൂപ വേണം, ഒരു മോന് 10,000 രൂപ വേണം, പിന്നെ ഒരു മോന് 50,000 വേണം, പിന്നെ പാലുകാച്ച്, മരണം, കല്യാണം, അങ്ങനെയൊക്കെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ഈ തന്തിയാനെ ഒരു ജോലിയില്ലാതെ 10-12 വർഷം ഒരേ കിടക്കുകയാണ് അയാളടുത്ത് വിളിച്ച് പറയും. ഇയാൾ മോൻ്റെ അടുത്ത് പറയും. മോൻ പലിശയ്ക്ക് എടുത്തും കടം വാങ്ങിച്ചും കൊടുത്ത് മോൻ മുഴുക്കടക്കാരനായി. അങ്ങനെ ഇയാൾ 10-12 വർഷം കഴിഞ്ഞ് ഇയാൾ കുറച്ച് ദിവസം നാട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞ് നാട്ടിൽ പോയി നിന്നപ്പോൾ നാട്ടിലിങ്ങനെ ആഴ്ചോറും പൈസ അയക്കും എന്തിനാണ്? ഈ കടമെല്ലാം ശനിയാഴ്ച ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയിട്ട് ഇയാൾക്ക് വേണ്ടി ഉണ്ടാക്കി കൂട്ടിയ കടങ്ങൾ, പലിശക്കെടുത്തതും എല്ലാം കൊടുത്ത് ബാക്കി വരണത് കൂടിപ്പോയ 1000-2000 രൂപയായിരിക്കും നാട്ടിലയക്കുന്നത്. ആ പൈസ പോലും അയാളെ ഭാര്യ ഇവർക്ക് ചിലവിനാണ് കൊടുക്കുന്നത്. പക്ഷേ അതൊന്നും തികയില്ല, ആർത്തി. അത് അങ്ങനെ ഇയാൾ അസൂയ, കുശുമ്പൊക്കെ, ദേഷ്യമൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ അയാൾക്ക് തികയുന്നില്ല. ആ ചിലവിനുള്ള പൈസ മാത്രമല്ലേ കിട്ടണുള്ളൂ. ഇവിടെ കിടന്നോളത്തെ വീണ്ടും കടം വാങ്ങിച്ച് കൊടുക്കാൻ ഒരു ഇത് കിട്ടുന്നില്ലല്ലോ. പണം വാങ്ങിച്ചല്ലേ മോൻ കൊടുത്തുകൊണ്ടിരുന്നത്, ചോദിക്കും. അങ്ങനെ ഈ പണിക്കാരുടെയും അറിയാവുന്നവരുടെയൊക്കെ ഫോൺ വിളിച്ച് പറയും, അവൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, നിങ്ങൾക്കൊക്കെ വല്ലതും തരാനുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിച്ചോ. ആഴ്ചയോറും പൈസയൊക്കെ അയക്കാനാ. ആഴ്ചയോറും അയക്കുന്നത് എന്തിനാണ്? 1000 അല്ലെങ്കിൽ 2000 രൂപ. ഇതാണ് അവിടെ ആഴ്ചയിൽ അയക്കുന്നത്. അത് ഇവർക്കാണ് കൊടുക്കുന്നത് ചിലവിന്, അവർക്കിത് കഴിക്കാൻ, അവർക്ക് അവൻ്റെ ഭാര്യയ്ക്കും കഴിക്കാൻ. അങ്ങനെ പാര വയ്ക്കുന്ന അച്ഛനും അമ്മമാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ അച്ഛനമ്മമാരും നല്ലതല്ല, എല്ലാ അച്ഛനമ്മമാരും മോശവുമല്ല. അതുകൊണ്ട് പാരകളെ സൂക്ഷിക്കുക. നന്ദികേട് മാത്രം വിളമ്പുന്ന, ഛർദ്ദിക്കുന്ന അച്ഛന്മാരുണ്ട്, അമ്മമാരുണ്ട്.